സിനിമ നടൻ എന്നതിലുപരി ഇതിനേക്കാളൊക്കെ മുമ്പ് ഒരു നാടകം നാടകമായിരുന്നു അടിപൊളിയാ. ഒരു ആർട്ടിസ്റ്റ് ഒരു ആക്ടർ എന്ന രീതി വെച്ച് നോക്കുമ്പോൾ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും സ്മോൾ സ്ക്രീനിൽ അഭിനയിക്കണം, തട്ടേ കയറി അഭിനയിക്കണം എന്നുള്ളൊരു ഇതിലൊരു ഇതായിട്ടാണ് വരുന്നത്. കലൂർ രവികുമാർ സാറുണ്ട്, അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആൻഡ് ഒരു 5 വർഷം മുമ്പ് പുള്ളിക്കാരനെ കാണാൻ ഇടയായി. അപ്പോൾ ഒരു വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് ഫോർ ദ പാസ്റ്റ് 10-11 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ സിനിമ അന്വേഷിച്ച് നടക്കുക. 10-11 ഇയേഴ്സ് ആയിട്ട്. ഓ ശരി. കുറെ ഓഡിഷൻസിന് പോയിട്ടുണ്ട്, ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്, പ്രൊഡ്യൂസേഴ്സിനെ കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആകസ്മികമായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ ഇദ്ദേഹം ഗസ്റ്റ് ലെക്ചറായിട്ട് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ട്യൂട്ടറായിട്ട് വന്നു, ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഒരു സിറ്റുവേഷൻ തന്നു. ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ശ്യാമ ഇനി നീ കുഞ്ഞു വേഷമൊന്നും ചെയ്യരുത്, നീ എന്തെങ്കിലും ഒരു, ഞാൻ പറഞ്ഞു ബെസ്റ്റ് ആക്ടറിലെ ഡയലോഗ് ഞാൻ പറഞ്ഞു. ഞാൻ സാറേ ഞാൻ മാത്രം വിചാരിച്ച പറ്റില്ല, സാറിനെ പോലെ ഒരു 3 പേരെങ്കിലും വിചാരിച്ചാൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടും. ഇനി ഗോഡ് ഫാദർ ഇല്ല, ഗൈഡില്ല, മെന്റർ ഇല്ല, ഐ ആം ജസ്റ്റ് ബ്ലൈൻഡായിട്ട് ഞാൻ ഇങ്ങനെ പുറകെ നടക്കുക. ശരി നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഞാൻ സ്റ്റേജിൽ കൊണ്ടാക്കി, പുള്ളിക്കാരൻ പോയി. അടുത്ത 1 വർഷം കഴിഞ്ഞപ്പം കുട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ ഫിലിം ചെയ്ത് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിന്നത് ത്രൂ ഔട്ട് ഒരു പോലീസ് ക്യാരക്ടറുണ്ട്, നീ നന്നായിട്ട് ചെയ്തോണം, അത്രേ പറഞ്ഞുള്ളൂ. ആൻഡ് ബാക്കിയെല്ലാം അവിടെ വെച്ചിട്ടായിരുന്നു. ആൻഡ് അതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ സിനിമാ നടി ഭാവന ഉണ്ടായിരുന്നു. ഭാവനയായിരുന്നു ലീഡ്. പിന്നെ അനൂപ് ചേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കോമ്പിനേഷൻ സീൻ ഇല്ല, പക്ഷെ ഭാവനയുടെ കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ എന്ത് സന്തോഷം. ഞങ്ങളെയൊക്കെ വന്ന് കാണിച്ചു കണ്ടോ, ഞാൻ ഭാവനയായിട്ട് അത് നമ്മൾ അതേ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തായിരുന്നു. ഇവിടെ ആയിരുന്നു ഞാനും ഭാവനയും ഷൂട്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു ഭാവന എടുത്ത് ഭയങ്കര ക്രഷ് ആയിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഓക്കെ.